10 മണിക്കൂർ യാത്ര ചെയ്യാനുള്ള ഇന്ധനവും നിറച്ച് ഉയർന്നു പൊന്തിയ ഒരു വിമാനം. മിനിറ്റുകൾക്കകം ആ വിമാനം കത്തിയെരിഞ്ഞൊരു തീഗോളമായി മാറുന്ന ആ എയർപോർട്ടിൻ്റെ പരിസരത്തു തന്നെ ആ വിമാനത്തിൽ കയറാൻ സാധിക്കാതെ വിഷമിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. കൂടെയുള്ള ആളുകളെല്ലാം സീറ്റ് ബെൽറ്റ് ധരിച്ച് ലോഹത്തകിടുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന് വെന്തുരുകിയപ്പോഴും പുറത്തേക്ക് തെറിച്ചു വീണ് എല്ലാവരും ചാരമായി മാറിയപ്പോഴും ചെറിയ പരിക്കുകളോടെ നടന്നുപോയ ഒരു മനുഷ്യനെയും നമ്മൾ കണ്ടു. 12-6 എന്നത് തൻ്റെ ഭാഗ്യ നമ്പറായി, തൻ്റെ വാഹനത്തിൻ്റെയും എല്ലാ വാഹനങ്ങളുടെയും നമ്പറായി കൊണ്ടു നടന്ന 12-6 എന്നത് യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് തൻ്റെ ഭാഗ്യ നമ്പറായി, രാശി നമ്പറായി ജീവിതത്തിൽ ചേർത്ത് വച്ചിരുന്ന ആ നമ്പറുള്ള ദിവസം തന്നെ ആ മനുഷ്യൻ്റെ ജീവിതവും അവസാനിച്ചു എന്നതല്ല കഴിഞ്ഞ ആഴ്ചയിൽ നാമൊക്കെ ഏറെ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത വാർത്തയാണ്. ഈ വാർത്തകളെല്ലാം വായിക്കുകയും അതിൻ്റെ വിവരങ്ങളെല്ലാം അറിയുകയും ചെയ്യുമ്പോൾ വിശ്വാസികളായ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന സൂറത്തുൽ ഹദീദിലെ 2 ആയത്തുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയാണ്, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല. ആ ആപത്തിനെ നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ അത് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. തൊട്ടുശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്തിനാണ് ഇതെല്ലാം രേഖപ്പെടുത്തിയത്? ഇങ്ങനെ രേഖപ്പെടുത്തി എന്ന് എന്തിനാണ് മനുഷ്യരെ ഉത്ബോധനം ചെയ്യുന്നത്, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم. ഇങ്ങനെ എന്തിനാണ് രേഖപ്പെടുത്തിയെന്ന് പഠിപ്പിച്ചു തന്നത്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതെനിക്ക് വലിയ ഒരു നഷ്ടമായി എന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വലാ തഫ്റഹു ബിമാ ആതാകും, ഒരു പരിധിക്കപ്പുറത്തേക്ക് സന്തോഷിക്കാതിരിക്കാനാണ്. എന്തിൻ്റെ പേരിൽ? എനിക്ക് റബ്ബ് ചില നിഅമത്തുകൾ തന്നു, റബ്ബ് എന്തു നൽകിയോ അതിൻ്റെ പേരിൽ പരിധി വിട്ട് സന്തോഷിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പടച്ച റബ്ബ് ഒരു രേഖയിൽ മുമ്പേ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. സൂറത്തുൽ ഹദീദിന്റെ 22-23 ആയത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിഷയം ഇതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ദുഃഖിക്കുന്നവരായിരിക്കും പലരുമെന്നാണ്. ഇക്കഴിഞ്ഞ ആഴ്ചയിലെ ആ ഒരു സാഹചര്യത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ, ട്രാഫിക്കിൽപ്പെട്ട് ഏറെ കാത്തുകിടന്ന് ഏറെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു യാത്ര, വലിയ പണം ചെലവഴിച്ച് ടിക്കറ്റ് എടുത്ത് ആ യാത്രയെ പ്രതീക്ഷിച്ച് ആരൊക്കെയോ കാത്തിരിക്കുന്നു, എന്തൊക്കെയോ ജോലിയുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ആ ഒരു വിമാനത്താവളത്തിലേക്ക്, എയർപോർട്ടിലേക്ക് വരുന്നതിൻ്റെ കുറച്ചു മുന്നേ ഒരു ട്രാഫിക്കിൽപ്പെട്ട് ആ ഫ്ലൈറ്റിൽ കയറാൻ കഴിയാതെ, ബോർഡിംഗ് പാസ് കിട്ടാതെ പ്രയാസപ്പെട്ട ഒരു മനുഷ്യൻ, ഒരാൾ. ആ ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങുന്നു, മിനിറ്റുകൾക്കകം ആ ഫ്ലൈറ്റ് തകർന്നു വീഴുന്നു എന്നറിയുമ്പോൾ അതുവരെ ദുഃഖിച്ചിരുന്ന ആ മനുഷ്യൻ ഒരു പക്ഷേ അപ്പോൾ ആശ്വസിച്ചിട്ടുണ്ടാവും, ആ ഫ്ലൈറ്റ് കിട്ടാത്തത് നന്നായി. ഒരു ബസ്സിന് കൈ കാണിച്ചിട്ട് ആ ബസ് നിർത്താതെ പോയപ്പോൾ പ്രയാസം തോന്നി. പിറകെ വന്ന ബസ്സിൽ കയറി യാത്ര പോയപ്പോഴാണ് ഞാൻ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് കാണുന്നത്. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും.
ഇവിടെ ഈ ഫ്ലൈറ്റ് മിസ്സായ മനുഷ്യൻ ആലോചിച്ചു, മിനിറ്റുകൾക്കകം തനിക്ക് നഷ്ടപ്പെട്ടത് നന്നായി എന്ന് ആലോചിച്ചു. നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നഷ്ടമായി തോന്നിയ പലതും ഒരുപക്ഷെ ജീവിതത്തിൽ പിന്നീട് നമുക്ക് ഹൈറായി വന്നിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ഒരു വർഷത്തിന് ശേഷമായിരിക്കും, പക്ഷെ നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല. അത് പടച്ച റബ്ബിന്റെ മുന്നിൽ നമുക്കത് നഷ്ടമായി തോന്നിയെങ്കിലും അത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഹൈറായി ഭവിച്ചു, അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, 30-40 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു പോയതിനെ കുറിച്ച് ഇന്ന് ഇരുന്ന് ആലോചിക്കാൻ, അന്ന് ആ യതീംഖാനയിൽ കൊണ്ടു ചേർത്തപ്പോ പഠിച്ചിരുന്നെങ്കിൽ, അന്ന് പഠിക്കാൻ വിട്ടപ്പോ പഠിച്ചിരുന്നെങ്കിൽ, അന്ന് ആ വിസ കിട്ടിയ സമയത്ത് പോയിരുന്നെങ്കിൽ, അന്ന് എനിക്ക് ആ ഭൂമി വച്ചു നീട്ടിയപ്പോൾ ആ ഭൂമി അന്ന് വാങ്ങിയിരുന്നെങ്കിൽ, ഇന്നിരുന്ന് ആലോചിക്കാൻ. 40 കൊല്ലം മുമ്പത്തെ ഒരു അവസ്ഥയെ, സാഹചര്യത്തെ കുറിച്ച് ആലോചിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ദുഃഖിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ലെന്ന് ഈ സംസാരം കേൾക്കുന്ന നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അന്ന് അത് സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അന്ന് അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് പ്രയാസപ്പെടേണ്ടി വരുമായിരുന്നില്ല. ഇതൊരു വിശ്വാസിയുടെ നാവിൽ നിന്ന് വരേണ്ടതല്ല. അതോടൊപ്പം തന്നെ ചേർത്തു പറയുന്നു, വലാ തഫ്റഹൂ ബിമാ ആതാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹം നൽകി. ആ അനുഗ്രഹം നൽകിയതിന്റെ പേരിൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എന്റെ ബുദ്ധി കൊണ്ടാണ് എനിക്ക് കച്ചവടത്തിൽ ഉയർച്ച കിട്ടിയത്, ഞാൻ കൃത്യസമയത്ത് ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന നേട്ടങ്ങൾ എനിക്കുണ്ടായത്, ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടിയതാണ് എന്ന ചിന്തയും ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല എന്നാണ്. കാരണം ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹങ്കാരിയെയും ദുരഭിമാനിയെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയ, ഞാൻ കെട്ടിപ്പടുത്ത, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എൻ്റെ ഈ സാമ്രാജ്യങ്ങളെല്ലാം, എൻ്റെ ആസ്തികളെല്ലാം, എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം, എൻ്റെ നേട്ടങ്ങളെല്ലാം എന്ന് ചിന്തിക്കാനും ഒരു വിശ്വാസിക്ക് പാടില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മളൊക്കെ വന്നു നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവാറുള്ളത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിലുള്ള ദുഃഖമാണ്. വല്ലതും സംഭവിച്ചു കഴിഞ്ഞതിനെ പറ്റിയുള്ള ഒരു ദുഃഖമാണ്. അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് സംഭവിച്ചിട്ടുള്ള, നമ്മൾ അനുഭവിക്കുന്നത് രോഗമാകാം, മക്കളുടെ വിഷയത്തിലാവാം, നല്ലൊരു വീടില്ലാത്തതിന്റെ പേരിലാവാം, കച്ചവടത്തിൽ ലാഭമില്ലാത്തതിന്റെ പേരിലാവാം. ഇന്ന് നമ്മളിരുന്ന് ഇങ്ങനെ ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, വിഷമങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഒരു വിശ്വാസി സന്തോഷിക്കുകയാണ് വേണ്ടത്. ആ പ്രതിസന്ധികളിൽ പതറാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതിലൂടെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. അതിൽ ഒന്നാമത്തത് എന്തെന്നറിയോ? ഈ ദുനിയാവിലെ ജീവിതം എന്നതൊരു പരീക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് പറയാൻ എളുപ്പമാണ്, നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഈ ജീവിതം എന്നത്, ദുനിയാവിലെ ജീവിതം എന്നത് പരീക്ഷണമാണ് എന്ന ചിന്ത ആ സമയത്ത് കടന്നു വരണമെന്നാണ്. പ്രയാസങ്ങളില്ലാതിരിക്കുമ്പോൾ ഇത് പറയാനും മറ്റൊരാൾ ഉപദേശിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും. ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് പരീക്ഷണമാണ്? അയ്യുക്കും അഹ്സനു അമലാ. ഏറ്റവും നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ ആരാണ്? അപ്പൊ ജീവിതത്തെ സൃഷ്ടിച്ചതുപോലും അതിനു വേണ്ടിയിട്ടാണ്. ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നവരാരാണ് എന്ന പരീക്ഷണമാണ് ഈ ദുനിയാവിൽ നടക്കുന്നത്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ വീണ്ടും ചേർത്ത് വെക്കുന്നുണ്ട്, വലനബ്ലുവന്നകും. നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, ഉറപ്പാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി. ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം കൊണ്ട് പരീക്ഷിക്കുക, പേടി കൊണ്ട് പരീക്ഷിക്കുക. ഒരുപക്ഷെ നമ്മൾ വലിയൊരു പേടിയൊന്നും ചിലപ്പോ അനുഭവിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ആലോചിച്ചു, ബങ്കറുകളിൽ പോയി ഒളിക്കേണ്ടുന്ന അവസ്ഥ നമുക്ക് വന്നിട്ടില്ല. ഒരു ശബ്ദം കേട്ടാൽ ആക്സിഡന്റ് സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ആ ബിൽഡിങ്ങിലേക്ക് വല്ല ബോംബും വന്ന് വീണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരു പ്രകാശം കാണുമ്പോൾ ഒരു മിസൈലിന്റെ പ്രകാശമാണ് എന്ന് ഇന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. പേടിയില്ലാത്തൊരവസ്ഥ പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടേ. പക്ഷെ വിശുദ്ധ ഖുർആൻ ആദ്യം എണ്ണി പറഞ്ഞത് വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി. ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വൽജൂഇ. പട്ടിണി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വനഖ്സിൻ മിനൽ അംവാൽ. സാമ്പത്തികമായി വല്ല കുറവുകളും നഷ്ടങ്ങളും നിങ്ങൾക്കുണ്ടാകും. വല്ലംഫുസി. അത് ശരീരങ്ങളിൽ അല്ലെങ്കിൽ മരണം കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാകും.
വസ്സമറാത്തി, ജീവിത വിഭവങ്ങളിലോ കൃഷികളിലോ നാശം തന്നുകൊണ്ട് അവിടെ നിങ്ങളെ പടച്ച റബ്ബ് പരീക്ഷിക്കും. ചേർത്തു പറയുന്ന വാചകം ഇതാണ്, വബശ്ശിരിസ് സ്വാബിരീൻ. ഇത്തരം പരീക്ഷണങ്ങൾ വരും. രോഗം കൊണ്ട് പരീക്ഷണം വരും, മരണം കൊണ്ടുവരും, പ്രയാസം കൊണ്ടുവരും, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഉണ്ടാകും, അതേപോലെ തന്നെ പേടിയുണ്ടാകും. ആ സമയത്ത് ആർക്കാണ് സന്തോഷ വാർത്തയുള്ളത്? ഇതൊക്കെ അനുഭവിക്കുമ്പോ സന്തോഷ വാർത്ത പറയണേ, വബശ്ശിരിസ് സ്വാബിരീൻ. ആർക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം കേട്ടോന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ജീവിതം ഒരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ബാധിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ അതൊരു പ്രയാസമല്ലാതായി മാറും. എത്ര ആളുകൾ ഈ സംസാരം കേൾക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ പോലും ശാരീരികമായ അസുഖങ്ങളാവാം, മാനസികമായ പ്രയാസങ്ങളാവാം, അത് മക്കളെ കുറിച്ചോർത്താവാം, ബിസിനസിനെ കുറിച്ചോർത്താവാം, കുടുംബത്തിലെ മറ്റു പലതിനെയും കുറിച്ചോർത്താവാം, ആരെ കുറിച്ചാവട്ടെ, സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ നമ്മൾ ഇടപെടുന്ന പരിസരങ്ങളിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നാണ്. അതിനെ എങ്ങനെ നമ്മൾ നേരിടും? ഒന്നാമതായിട്ട് പറഞ്ഞത്, ഈ ജീവിതം എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ഈ ജീവിതം എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഇത് നമുക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, പരലോക ഭയമില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവെന്ന് പറഞ്ഞാൽ മാക്സിമം അടിച്ചു പൊളിക്കുക എന്നാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ജീവിതത്തിലേക്ക് പ്രയാസമുണ്ടോ, എൻ്റെ ജീവിതത്തിലേക്ക് ഒരു നന്മ വന്നിട്ടുണ്ടോ, ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഒരു പ്രയാസം അങ്ങ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിപത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ സംഭവിച്ചിട്ടില്ല. എനിക്ക് ബാധിച്ചിട്ടുള്ള ഒരു പ്രയാസം വന്നത് ആ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്നാണ്. അതിന്റെ കൂടെ ചേർത്ത് പറയുന്നത് എന്തെന്നറിയോ? വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവന്റെ ഹൃദയത്തെ അവൻ നേർവഴിയിലാക്കുന്ന. ഒരു പ്രയാസം വരുമ്പോ ഇത് അള്ളാഹു എനിക്ക് വിധിച്ചതാണ്, ഇത് അള്ളാഹു എന്നിൽ തീരുമാനിച്ചതാണ് മുമ്പേ, അതല്ലാതെ എനിക്കിങ്ങനെ ഞാൻ അല്പം വൈകിയത് കൊണ്ടോ, ഞാൻ അല്പം പണം ചെലവഴിക്കാത്തത് കൊണ്ടോ, ഞാൻ അധികം ചിന്തിക്കാത്തത് കൊണ്ടോ സംഭവിച്ചതല്ല, ഇത് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് തീരുമാനിക്കാൻ പ്രിയപ്പെട്ടവരെ, പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് കഴിയണം. നല്ല സൗകര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇത് അള്ളാഹ് എനിക്ക് വിധിച്ചത് തന്നെയാണ്, ഈ ലാഭം എനിക്ക് വിധിച്ചത് തന്നെയാണ്, ഇങ്ങനെ ഒരു നേട്ടം എനിക്ക് വിധിച്ചത് തന്നെയാണ് എന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ പ്രയാസങ്ങൾ വരുമ്പോഴും ചിന്തിക്കാൻ കഴിയണം, ഇത് അള്ളാഹു എനിക്ക് വിധിച്ചതാണ് എന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണമെന്നാണ്. അതുകൊണ്ടാണ് സത്യവിശ്വാസികളെ കുറിച്ച് പറയാൻ, നബിയെ പറയണം. എന്തു പറയണമെന്നോ? അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ഒരു പ്രയാസവും ബാധിക്കുകയില്ല. ഹുവ മൗലാന, പടച്ച റബ്ബാണ് ഞങ്ങളുടെ യജമാനൻ. പ്രവാചകരെ പറഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അള്ളാഹുവിന്റെ മേലാണ് സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത്. പ്രയാസങ്ങൾ ഉണ്ടാകും, ദുരിതങ്ങൾ ഉണ്ടാകും, വിഷമങ്ങൾ ഉണ്ടാകും, അസുഖങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കണമെന്നാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് എന്തെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ഇഷ്ടത്തെ നമ്മൾ തിരിച്ചറിയണമെന്നാണ്. ജീവിതത്തിലെ കുറച്ച് പ്രയാസം ബാധിക്കുമ്പോൾ പലരും ചിന്തിക്കാറുള്ളത് എന്തെന്നറിയോ? ഞാൻ കുറച്ചൊക്കെ നമസ്കരിക്കുന്ന ആളാണല്ലോ, എന്നിട്ടും എന്തേ എനിക്കിങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു? ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണല്ലോ, വെള്ളിയാഴ്ച ഇമാമ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് ഞാൻ പള്ളിയിൽ എത്താറുണ്ടല്ലോ, ഞാൻ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാറുണ്ടല്ലോ, എന്നിട്ടും എന്റെ കച്ചവടത്തിനൊരു അഭിവൃദ്ധി ഇല്ലാത്തത്? ഇപ്പൊ കണ്ടില്ല, നമസ്കരിക്കാത്ത ഒരാൾ കച്ചവടം ചെയ്തു, അയാൾക്ക് എന്തൊരു നേട്ടമാണ്, അയാൾ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല, പക്ഷെ ഞാൻ നമസ്കരിക്കുന്നു, എന്നെ എന്തുകൊണ്ട് റബ്ബ് ഇങ്ങനെ പരീക്ഷിക്കുന്നു? എന്റെ മക്കൾക്ക് രോഗമുണ്ടാകുന്നു, നമസ്കരിക്കാത്ത അവന്റെ മക്കൾ അതാ ചുറുചുറുക്കോടെ നടക്കുന്നു. പലപ്പോഴും പലരുടെയൊക്കെ ഹൃദയത്തിൽ ഇത്തരം ചിന്തകൾ ഉണ്ടാകാറുണ്ടെന്നാണ്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നൊരു ഹദീസ്, അവിടുത്തെ വാചകം നമുക്കേവർക്കും സമാധാനമുണ്ടാകുന്ന വാക്ക്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ,
ഒരാൾക്ക് നന്മ വരുത്തണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ, എന്താ പറഞ്ഞത്? ഒരാൾക്ക് നന്മ വരുത്തണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ യുസിബ് മിൻഹു, അവനെ പരീക്ഷിക്കും. അത് എന്തു പരീക്ഷണമാവാം, അത് എനിക്ക് മാത്രം എന്തേ എന്ന് ചിന്തിക്കുന്നവനല്ല വിശ്വാസിത. പ്രിയപ്പെട്ടവരെ, ഒരു പ്രയാസം വരുമ്പോ നന്നായി പ്രയാസപ്പെട്ടിരിക്കുന്ന ആളോട് എന്തൊക്കെയാണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോ അയാൾക്ക് 2 രൂപത്തിൽ മറുപടി പറയാം. പ്രയാസമാണ്, മക്കളുടെ വിഷയം ഇടങ്ങേറാണ്, എനിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അവന് പോയിട്ട് വിസയൊന്നും റെഡി ആയിട്ടില്ല, ജോലിയൊന്നും ആയിട്ടില്ല, ഇങ്ങനെ തട്ടി മുട്ടി അങ്ങനെ പോകുന്നു എന്നൊരാൾക്ക് പറയാം, പ്രയാസമുള്ള ഒരാൾക്ക്. അതേ ആൾക്ക് തിരിച്ചും പറയാം, അള്ളാഹുവിന് എന്നെ ഇപ്പൊ കുറച്ച് ഇഷ്ടമാണ്, നല്ല പരീക്ഷണത്തിലാണ്, എന്നാലും അൽഹംദുലില്ലാ എന്നു പറയാൻ. പ്രിയപ്പെട്ടവരെ, ഈ രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിലാണ് നമ്മൾ ഉണ്ടാകേണ്ടത് എന്നാണ്. നോക്കൂ നിങ്ങൾ, മുസ്അബ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും പരീക്ഷണം ഉണ്ടാവുക ആർക്കാണ് പ്രവാചകരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ വാക്കില മറുപടി ഒതുക്കി, അൽ അംബിയാ, നബിമാർക്കാണ്, അമ്പിയാക്കൾക്കാണ് ഏറ്റവും അധികം പ്രയാസമുണ്ടാവുക. എത്ര ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചു, എത്ര ചരിത്രങ്ങൾ നമ്മൾ കേട്ടു, എത്ര പ്രവാചകന്മാരുടേത് കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. വാപ്പയെ കണ്ടിട്ടില്ല, വാപ്പയുടെ രൂപം അറിയില്ല, ഒരു ഉപ്പയുടെ സംസാരം കേട്ടിട്ടില്ല, ഒരു ഉമ്മയുടെ കൂടെ നടന്നു ഉമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റുന്ന സമയത്ത് 6ാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെടുക. ആലോചിച്ചു. പിന്നെ ആരാ നോക്കുന്നത്? വല്യുപ്പയാണ്. 8ാമത്തെ വയസ്സിൽ വല്യുപ്പ മരണപ്പെടുക. പിന്നീട് അങ്ങോട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ജീവിച്ചു പോകുമ്പോ, കച്ചവടക്കാരനായും ആടിന് മേച്ചൊക്കെ ജീവിച്ചു പോകുമ്പോ അവിടെ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുന്നു. അവിടുത്തെ 50ാമത്തെ വയസ്സൊക്കെ ആവുന്ന വേളയിൽ അബൂ ത്വാലിബ് മരണപ്പെടുന്നുണ്ട്. ആളുകളെല്ലാം നുബുവത്ത് കിട്ടി ഒറ്റപ്പെടുത്തിയപ്പോ ചേർത്ത് പിടിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബും മരണപ്പെടുന്നത് ഒരേ വർഷമാണ്. ആ വർഷത്തെ കുറിച്ച് ആമുൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ വർഷമെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എത്ര പ്രയാസങ്ങൾ എന്നാലോചിച്ചു. ഒരൊറ്റ ആൺമക്കൾ ഉണ്ടായിട്ടില്ല. കുട്ടികളെ, ആൺമക്കൾ കയ്യിൽ കിടന്ന്, പ്രവാചകന്റെ കയ്യിൽ കിടന്ന്, മടിയിൽ കിടന്ന് ശ്വാസം വലിച്ചു മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇബ്രാഹിം എന്ന മകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഇങ്ങനെ കിടന്നിട്ട് ഹദീസുകളിൽ കാണാം, അവസാനത്തെ ശ്വാസം എടുക്കൽ ഇബ്രാഹിം. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചുംബിക്കുന്നുണ്ട്. ഇബ്രാഹിം മരണപ്പെടുന്നു എന്ന് കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ തുള്ളികൾ വരുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ കാഴ്ച ഇങ്ങനെ കാണുന്നുണ്ട്. ചോദിക്കുകയാണ്, അൻത യാ റസൂലല്ലാഹ്, പ്രവാചകരെ അങ്ങും കരയാണോ? ഒരു പ്രയാസത്തിൽ അങ്ങും കരയാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞത് എന്താ? ഇന്നഹാ റഹ്മത്തുൻ, ആ കാരുണ്യം എന്നത്, ആ ഒരു കരച്ചിൽ എന്നത് ഒരു കാരുണ്യമാണ് കേട്ടോ. ഇന്നൽ ഗൈന തജ്മഉ വൽ ഖൽബ യഹ്സുൻ, കണ്ണുകൾ കണ്ണുനീർ പൊഴിക്കുന്നു, ഹൃദയം ദുഃഖിക്കുന്നു. ഞാൻ എൻ്റെ അള്ളാഹുവിന്റെ വിധിയിൽ സമാധാനം കണ്ടെത്തുന്നു. അവനെ ധിക്കരിക്കുന്ന ഒന്നും പറയുന്നില്ല. നമ്മുടെ കുഞ്ഞ് നമ്മുടെ മടിത്തട്ടിൽ കിടന്ന് മരണപ്പെടുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പൊ നമുക്കിങ്ങനെ പറയാൻ കഴിയുന്ന ഒരാൺമക്കളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നിട്ടില്ല. പെൺമക്കൾ മരണപ്പെടുന്നുണ്ട്. അവസാനം ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകും എന്ന വാർത്ത വഹിയിലൂടെ അറിഞ്ഞതിന് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നത്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച പ്രയാസത്തിന്റെ ഒരംശം, 1000-ലൊരംശം പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോന്ന. എല്ലാരും ആട്ടിപ്പുറത്താക്കി. ഒരു പ്രതീക്ഷയോടുകൂടി തായിഫിൽ ചെന്നപ്പോ അവിടെ നിന്ന് കുട്ടികളെ വിട്ട് ആട്ടിപ്പുറത്താക്കി, നാട്ടുകാരൊഴിവാക്കി, പിന്നെ വീട്ടുകാർ അവിടെ നിന്ന് പ്രയാസപ്പെടുത്തി. ഖദീജ റളിയല്ലാഹു അൻഹ ചേർത്ത് പിടിച്ചു. സ്വഹാബികൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷെ ഈ സ്വഹാബികളുടെ ഒക്കെ മരണവും അവർ ഷഹീദാവുന്നത് കൺമുമ്പിൽ നോക്കി നിൽക്കുന്ന അവസ്ഥ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടില്ലേ? ഹംസ റളിയല്ലാഹു അൻഹയുടെ കരള് കടിച്ചു തുപ്പുന്ന കാഴ്ചക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിയായിട്ടില്ലേ? ഉഹുദിന്റെ രണാങ്കണത്തിൽ ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ വീണ് അവിടുത്തെ മുൻപല്ല് പൊട്ടിയിട്ടില്ലേ? കവിളത്ത് ആണികൾ തറഞ്ഞു കയറിയിട്ടില്ലേ? നമ്മളൊക്കെ എന്ത് പ്രയാസമാണ് കൂട്ടരെ അനുഭവിച്ചത്. ചെറിയൊരു ഇടങ്ങേറുണ്ടാവുമ്പോ, ചെറിയൊരു നഷ്ടമുണ്ടാകുമ്പോ, ഒരു മുട്ടുവേദന ഉണ്ടാവുമ്പോ, മക്കളുടെ വിഷയത്തിൽ ഒരു പരീക്ഷണം ഉണ്ടാവുമ്പോഴേക്ക് നമ്മളങ്ങ് തളർന്നു പോവാണ്. അല്ല, ഒരു വിശ്വാസി അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഒരാളുടെ കുട്ടി മരണപ്പെട്ടിട്ട് ആ മനുഷ്യനെ അൽഹംദുലില്ലാ എന്ന് പറയണമെന്നാണ്. അൽഹംദുലില്ലാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇസ്തിർജാഉ നടത്തി അൽഹംദുലില്ലയും പറഞ്ഞാൽ അവന് സ്വർഗമുണ്ട് എന്നാണ്.
സ്വർഗത്തിൽ അവന്റെ വീടിനെ കുറിച്ച് പോലും പറഞ്ഞു. ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനം എന്ന വീട് അവന് സ്വർഗത്തിൽ ഉണ്ട് എന്നാണ്. കഴിയോ എന്നാണ് ശരിക്കും ആലോചിച്ചു. നമ്മുടെ മക്കളൊന്ന് തട്ടി വീണാൽ, പേരക്കുട്ടിയൊന്ന് ചെറുതായിട്ട് തെന്നി വീണാൽ നമ്മുടെ നെഞ്ചു പൊട്ടും. അവിടെയാണ് കുട്ടികളുടെ മരണം കാണുമ്പോൾ അൽഹംദുലില്ലാ പറയണമെന്ന് വിശ്വാസികൾക്ക് നിർദ്ദേശം കിട്ടിയത്. കൂട്ടരെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ എന്തു പ്രയാസങ്ങളും നമുക്ക് ഗുണകരമാണ് എന്ന് അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. അതുകൊണ്ടാണ് നാലാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജീവിതത്തിൽ പ്രയാസമുണ്ടോ, ആ പ്രയാസങ്ങളിൽ ക്ഷമ പാലിക്കുന്നവരാരുണ്ടോ, ക്ഷമിക്കാൻ ആർക്ക് കഴിയുന്നുണ്ടോ, അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയുന്ന. നമ്മളൊക്കെ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനാണ് ഈ സമയത്ത് നമ്മൾ ഇവിടെ വന്നിരുന്നത്. ഈ സ്വർഗം കിട്ടാൻ ഏറ്റവും വലിയ തടസ്സം എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളാണ്. ആ തിന്മകളാണ് നമ്മെ സ്വർഗത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഈ തിന്മകളെ മാറ്റി പകരം നന്മകളാക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിലൊരു കാര്യം എന്നത് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്നതാണ്. നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി, സത്യവിശ്വാസിയാവട്ടെ സത്യവിശ്വാസിനിയാവട്ടെ അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഫീ നഫ്സിഹി, സ്വന്തത്തിലും പ്രയാസമുണ്ട്. അത് രോഗമാവാം, പ്രതിസന്ധികൾ ഏതുമാകാം. വ വലദിഹി, മക്കളുടെ വിഷയത്തിലും ഇങ്ങനെ പരീക്ഷണങ്ങൾ വരാൻ. വ മാലിഹി, സമ്പത്തിന്റെ വിഷയത്തിലും പരീക്ഷണം ഇങ്ങനെ കടന്നു വരികയാ. ഈ 3 പരീക്ഷണങ്ങളെ പറഞ്ഞേ നമ്മളൊക്കെ നമ്മുടെ കൺമുന്നിൽ വലിയ പരീക്ഷണമായി കാണുന്നത്. ഒന്ന് സ്വന്തത്തിലുള്ളൊരു പ്രയാസം, രോഗമാവാം, എന്തുമാകാം. മക്കളിലുള്ള പ്രയാസം, സാമ്പത്തികമായ ബുദ്ധിമുട്ട്. ഒരു വിശ്വാസി അതിങ്ങനെ ബാധിച്ചുകൊണ്ടേയിരിക്കും. എത്രത്തോളം എന്നറിയോ, ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതീഅ, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ. ആ കണ്ടുമുട്ടുന്ന സമയത്ത് എന്തായിരിക്കുമെന്നറിയോ, വമാ അലൈഹി ഖതീഅ, ഒരു പാപം ഉണ്ടാവില്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു പാപം ഉണ്ടാവില്ല. ജീവിതത്തിലെ പാപങ്ങളൊക്കെ മായ്ച്ചു കളയപ്പെട്ടു. എങ്ങനെ? സാമ്പത്തികമായി പരീക്ഷണം വന്നപ്പോൾ ക്ഷമിച്ചു, മക്കളുടെ വിഷയത്തിൽ ഒരു ഇടങ്ങേറ് വന്നപ്പോൾ ക്ഷമിച്ചു, സ്വന്തത്തിന്റെ വിഷയത്തിൽ വേദനകളും രോഗങ്ങളും മറ്റു പ്രയാസങ്ങളും മാനസിക പ്രയാസങ്ങളൊക്കെ വന്നപ്പോ ക്ഷമിക്കാൻ കഴിഞ്ഞു എന്നാണ്. എങ്കിൽ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുമെന്നാണ്. അങ്ങനെ ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണമെന്നാണ്. അസുഖം എന്നത് പലപ്പോഴും നമ്മെ തളർത്തിക്കളയുന്ന കാരണങ്ങളാണ്. നമുക്ക് മാത്രമല്ല, മക്കൾക്കൊരു അസുഖം ഉണ്ടായാലും ചിലപ്പോ മാനസികമായി നമ്മൾ തളർന്നു പോകും. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരു പ്രയാസം ഉണ്ടായാൽ ചിലപ്പോ മാനസികമായി നമ്മൾ തളർന്നു പോകും. അവിടെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ ഒരു രോഗബാധിതയായി കിടക്കുമ്പോൾ അവരെ സന്ദർശിക്കാൻ ചെല്ലുന്ന രംഗമുണ്ട്. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തരോ, അബ്ശിരി യാ ഉമ്മുൽ ഗലാ, ഉമ്മുൽ ഗലാ നീ സന്തോഷിച്ചോ, ഫഇന്ന മറദൽ മുസ്ലിമി, ഒരു വിശ്വാസിയുടെ രോഗമെന്ന് പറഞ്ഞാൽ, രോഗം കാരണം എന്തെങ്കിലും ഒരു മാനസിക പ്രയാസമുള്ള ആളുകളെ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കേണ്ട വാചകങ്ങളാണ്. നമുക്കുണ്ട് മാനസിക പ്രയാസമുണ്ട്. എന്താ? മുട്ടിനൊരു വേദന, ഊരക്കൊരു വേദന, നടക്കാൻ കഴിയണില്ല, വാഹനത്തിൽ പോകാൻ കഴിയണില്ല, ഇരിക്കാൻ കഴിയണില്ല, ഉറക്ക് കിട്ടണില്ല, എന്തൊക്കെയോ പ്രയാസമുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇന്ന മറദൽ മുസ്ലിമി, ഒരു മുസ്ലിമിന്റെ രോഗമെന്ന് പറഞ്ഞാൽ യുദ്ഹിബുല്ലാഹു ബിഹി ഖതായാ, ആ രോഗം കാരണത്താൽ അവന്റെ പാപങ്ങൾ എങ്ങനെ മായ്ച്ചു കളയും. ഏതുപോലെ എന്നറിയോ, കമാ തുദ്ഹിബുൻ നാറു ഖബതദ്ദഹബി വൽ ഫിദ്ദ, ആ വെള്ളിയുടെയും അതേപോലെ തന്നെ സ്വർണത്തിന്റെയും മാലിന്യത്തെ അത് തീയിലിട്ടാൽ ആ മാലിന്യം ഏതുപോലെ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ, ഇതുപോലൊരു വിശ്വാസിക്ക് രോഗം വന്നാൽ അവൻ ക്ഷമിച്ചാൽ അവന്റെ ജീവിതത്തിലെ പാപങ്ങൾ ഇങ്ങനെ മായ്ച്ചു കളയും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയുന്നുണ്ട്, മാമിൻ മുസ്ലിമിൻ യുസീബുഹു അദാ, ഒരു വിശ്വാസിക്കതാ ഒരു പ്രയാസം ബാധിക്കുകയാണ്, ഇല്ലാഹാത്തല്ലാഹു അൻഹു ഖതായാ, ആ പ്രയാസം ബാധിച്ചാൽ, ആ അസുഖം ബാധിച്ചാൽ അവന്റെ പാപങ്ങളെ റബ്ബ് ഇങ്ങനെ പൊഴിച്ചു കളയും, ഇങ്ങനെ പൊഴിച്ചു കളയും. എന്നിട്ടൊരു ഉദാഹരണം പറയാം, കമാ തഹാതു വറഖു ശജരി, ഒരു മരത്തിൽ നിന്ന് അതിന്റെ ഇല പൊഴിയുന്നത് പോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ രോഗം വന്നതിൽ ക്ഷമ കാണിച്ചാൽ അവന്റെ പാപങ്ങളെ പടച്ച റബ്ബ് അങ്ങനെ ഇല്ലാതാക്കി കളയും. ഒരു അസുഖം വരുമ്പോത്തിന് തളർന്നു, ഇല്ല എനിക്ക് മാത്രമുള്ളത്, എന്നെ മാത്രമുള്ളത്, അന്ന് ആക്സിഡന്റ് ഞാൻ തന്നെ ആയത്, ഇപ്പോഴാണ് വീണ്ടും ഹോസ്പിറ്റലിൽ ഞാൻ ആയത്, അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു അവസ്ഥ, ഇത് വല്ലാത്തതാണ്. അല്ല,
എൻ്റെ റബ്ബിന് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. നമ്മളിങ്ങനെ ക്ഷമിക്കാൻ തയ്യാറായാൽ, അസുഖം വരുമ്പോൾ ക്ഷമിച്ചു, പ്രയാസങ്ങൾ വന്നപ്പോൾ ക്ഷമിച്ചു. ഈ ജീവിതം എന്ന് പറഞ്ഞൊരു പരീക്ഷണമാണ്, എന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇങ്ങനെ പറയാൻ നമുക്ക് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള വിശ്വാസികളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അജബൻ ലിഅംറിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്, ഖൈറാൻ. വലൈസ ദാക ലിഅഹദിൻ ഇല്ലാ ലിമുഅ്മിൻ, ഒരു സത്യവിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും ഈ ഒരു ഓഫർ ഇല്ല, ഇങ്ങനെ ഒരു സാഹചര്യമില്ല. എന്നിട്ട് പറയാണ്, ഇൻ അസാബത്തുഹു സറാ, ഒരു വിശ്വാസിക്ക് നല്ല സന്തോഷമുള്ള ഒരവസ്ഥയുണ്ടായി, എന്തു സന്തോഷമാവട്ടെ, ശക്കറ ഫകാന ഖൈറൻ ലഹു, അവൻ നന്ദി കാണിച്ചു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, അതവന് നന്മയായി. ഇനി പറയുന്നത് നോക്കണേ, വ ഇൻ അസാബത്തുഹു ദറാ, ആ വിശ്വാസിക്ക് ഒരു പ്രയാസമുണ്ടായി, അവനൊരു ബുദ്ധിമുട്ടുണ്ടായി, സ്വബറ, അവൻ ക്ഷമിച്ചു, പ്രയാസം വന്നപ്പോൾ അത് ക്ഷമിച്ചു. അത് അള്ളാഹ് തീരുമാനിച്ചതാണ്, അത് അങ്ങനെ തന്നെയാണ്. അത് അള്ളാഹ്ക്ക് എന്നെ കുറച്ച് ഇഷ്ടമാണ് എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഫകാന ഖൈറൻ ലഹു, അതും അവന് നന്മയായി രേഖപ്പെടുത്തിയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളെല്ലാം ഉണ്ടാവും. അവിടെ ഈ ജീവിതം എന്നാൽ പരീക്ഷണമാണ്. ഈ ജീവിതത്തിലല്ല, മറ്റൊരു ജീവിതത്തിലാണ് സന്തോഷമുള്ളത് എന്ന് ചിന്തിക്കാനും അതിനനുസരിച്ച് ദുനിയാവിലെ പ്രയാസങ്ങളിൽ ക്ഷമ കാണിക്കാനും നമുക്ക് സാധിക്കണം. എങ്കിൽ പരലോകത്ത് വിജയത്തിൽ, പരലോകത്ത് നമ്മെ കാത്തിരിക്കുന്നത് പരിപൂർണമായ വിജയമാണ് എന്നുറപ്പിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് മുമ്പിൽ ക്ഷമ കാണിക്കാനുള്ള തൗഫീക്ക് നൽകി പടച്ച റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാണ്.